നാട്ടുകാർ സൂക്ഷിക്കുക, നെടുമ്പുറം തീവട്ടി രാജു ഇപ്പോഴും തട്ടിപ്പ് തുടരുന്നു. നാട്ടുകാരെ മുഴുവൻ വേദവാക്യങ്ങളും സ്തോത്രവും പറഞ്ഞ് പറ്റിച്ച് ഒടുക്കം പൊട്ടിപ്പൊളിഞ്ഞ് കുടുംബസമേതം ജയിലിലായ നെടുമ്പുറം ഫിനാൻസ് ഉടമ തീവട്ടി രാജുവും ഭാര്യയും മക്കളും ജയിലിൽ നിന്നിറങ്ങി ഒളിവിലാണെങ്കിലും ഇപ്പോഴും തട്ടിപ്പുകൾ തകൃതിയായി തുടരുന്നു എന്നാണ് വിവരം. ഇവരുടെ ഭൂരിഭാഗം ബ്രാഞ്ചുകളും പൂട്ടിയെങ്കിലും മലയോര മേഖലകളിൽ ഇപ്പോഴും ഇവരുടെ ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയുവാൻ കഴിഞ്ഞു. ഇപ്പോഴും ഇവർ പൊട്ടിയതറിയാതെ പലരും ഇപ്പോഴും ഇവിടെ കൊണ്ട് ഇരട്ടിച്ച് കിട്ടും എന്ന് കരുതി നിക്ഷേപം നടത്തുന്നുമുണ്ട്. എത്ര കിട്ടിയാലും നമ്മുടെ നാട്ടുകാർ പഠിക്കില്ല എന്ന് ചുരുക്കം. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ മാത്യു കഴിഞ്ഞ ദിവസം i2 ന്യൂസ് നൽകിയ ആ വാർത്ത കണ്ടാണ് നെടുമ്പുറം പൊട്ടി ഉടമകൾ ജയിലിലായിരുന്ന വാർത്ത അറിയുന്നത്. ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ടും മെച്യൂരിറ്റി കഴിഞ്ഞിട്ടും പണം തിരികെ ലഭിക്കാത്ത മാത്യു എന്ന നിക്ഷേപകൻ ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. എൻ്റെ പേര് മാത്യു എന്നാണ്. ഞാനിത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്നാണ് വിളിക്കുന്നത്. നെടുമ്പറമ്പിൽ ഫൈനാൻസിന്റെ ഒരു ഇതുണ്ടായിരുന്നില്ല, അത് പൊട്ടിപ്പോയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഇരിട്ടി എന്നുള്ള കേളകം, കണ്ണൂർ ജില്ലയിൽ കേളകം എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് കുറച്ച് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നേ. അതിപ്പോൾ അത് വിഡ്രോ ചെയ്യുന്നില്ല മിച്ചമായപ്പോൾ. അപ്പൊ എപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റി അറിഞ്ഞത് ഇങ്ങനെ ഇത് പൊട്ടിപ്പോയി? ഇപ്പോഴാണോ അറിയുന്നത്? ഇപ്പം ഇവൻ പൊട്ടി ജയിലുമായി മുങ്ങി നടക്കുന്നത് എത്രയോ കാലമായി? എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഞാനത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നു അവിടുത്തെ മാനേജര്. പുള്ളി പറഞ്ഞില്ല, പുള്ളിനെ വിശ്വസിച്ചിട്ടതാണ്. എത്ര ലക്ഷം രൂപ ഉണ്ടായിരുന്നു? എനിക്ക് 13 ലക്ഷം രൂപയുണ്ടായി. 13 ലക്ഷം. ഇപ്പൊ അതിന്റെ ഇൻട്രസ്റ്റും എല്ലാം ഉണ്ടോ? ആ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു? ഡബ്ലിംഗ് സ്കീമായിരുന്നു? ഇല്ല, ഇത് ഓരോ വർഷം അല്ല, ഡബ്ലിംഗ് അല്ല, ഓരോ വർഷം അതിന്റെ ഇൻട്രസ്റ്റ് 12.5%. അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും. അങ്ങനെയായിരുന്നു. അതിപ്പോൾ ഈ കഴിഞ്ഞ് ഈ 8ാം മാസം എനിക്കതിൽ മെച്ചൂറായി. അപ്പം പൈസ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ പൈസ ഇല്ല, അത് മറ്റേതോ ഇത് പൊട്ടിപ്പോയിന്ന് അവർ ഇവിടെ ഇപ്പോഴും പറയുന്നില്ല. ആ സ്ഥാപനം ഇപ്പോഴും അവിടെ ബ്രാഞ്ച് ഉണ്ടോ? അവിടെ ഉണ്ട്, കേരളത്തുണ്ട്, അത് തുറക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അതേത് മറ്റേത് കമ്പനിയായിട്ട് മറിഞ്ഞ് ചെയ്യാണ്. ഇതൊക്കെ ഇവന്മാർ ആളുകളെ പറഞ്ഞ് പറ്റിച്ചു. മറ്റുള്ള പല സ്ഥലങ്ങളിലെ എല്ലാം പൂട്ടിപ്പോയി. എന്നിട്ട് ഇപ്പം മറ്റൊരു സ്ഥാപനം ഇത് മെർജ് ചെയ്യുകയാണ്, ഏറ്റെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവന്മാർക്ക് ബാക്കിയുള്ള പൈസകളും എല്ലാം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനുള്ള സാവകാശത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞത്. സാർ അതിലിപ്പോൾ വേറെ ആരെങ്കിലും കേസ് കൊടുക്കുക അങ്ങനെ എന്ത് ഞാൻ കണ്ടല്ലോ. കേസ് കൊടുത്തിട്ടുള്ളവരും നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവന്മാരുടെ സ്ഥാപനത്തിൽ ഒത്തിരി പേര് കൊണ്ട് പൈസ ഇട്ടിരുന്നോ? കൊണ്ട് ഒരുപാട് പേരുണ്ട്, പൈസ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താ ഇപ്പം? എനിക്ക് പിന്നെ ഞാൻ ഇന്നലെ ഇത് അറിഞ്ഞത്. ഇന്നലെ അറിഞ്ഞ കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ അറിയില്ല. ഇത് ഞാൻ താമസിക്കുന്നത് ഇരിട്ടി അങ്ങാടിക്കടവാണ്. ഇത് ഉള്ളത് കേളകത്താണ്. ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ ദൂരെയാണ് പൈസ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്താണ്, വേണ്ടപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കൊണ്ട് പൈസ ഇട്ടത്. ഇതുപോലെയാണ് ഇവന്മാർ ഈ പണം നിക്ഷേപം സ്വീകരിച്ചേക്കുന്ന എല്ലാം വേണ്ടപ്പെട്ട ആളുകൾ ത്രൂവും, അതുപോലെ സ്ത്രീകളെ മുന്നിൽ നിർത്തിയും പള്ളിയിൽ അച്ഛന്മാരും പാസ്റ്റർമാരെയും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവര് ആ ബന്ധം ഉപയോഗിച്ചിട്ടാണ് എല്ലാവരുടെയും പൈസ മേടിച്ചേക്കുന്നത്. ഇപ്പൊ ഇവരെന്താ, ഇവരുടെ മറുപടി എന്താ ഇവര് പറയുന്നത്? ഞാൻ പറഞ്ഞത് എനിക്ക് പൈസ ഈ 8ാം മാസമാണ്, 7 കഴിഞ്ഞ് അടുത്ത മാസമാണ് എനിക്ക് പൈസ കിട്ടേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു പൈസ വേണമെന്ന് പറഞ്ഞു ഓണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവരുടെ എന്തോ ഗ്രൂപ്പ് മാറുന്നുണ്ട്. ആ മറിഞ്ഞ് ചെയ്ത് കഴിയുമ്പോൾ അദാനി ഗ്രൂപ്പ് അങ്ങാണ്ടാണ് എടുക്കുന്നത്. അവരെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഓണം കഴിയുമ്പോഴത്തേനും പൈസ കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ഈ ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ്, ഈ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് എല്ലാത്തിനും നമ്പർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് വിളിച്ചൊന്ന് അന്വേഷിച്ചത്. എനിക്ക് തോന്നുന്നു ഇതൊന്നും അറിയാതെ ഇപ്പോഴും ആളുകൾ കൊണ്ട് ഇവന്മാർക്ക് കൊണ്ട് പൈസ നിക്ഷേപിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ കേരളത്തിന് അന്വേഷിക്കണം. ഇവർക്ക് ഒരുപാട് പൈസ ഇവിടെ ഉണ്ട്. അല്ല ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആളുകൾ ഇപ്പോഴും അവരുമായിട്ട് ഇടപാട് നടത്തുന്നുണ്ടല്ലേ അങ്ങനെ പ്രസ്ഥാനം ഉള്ളത്. ഞാൻ ഇന്നലെ ബന്ധമായിരുന്നു. മിനിങ്ങാന്ന് അതിന് 8 ദിവസം മുമ്പ് ഞാൻ പോയി അവരുടെ ഓഫീസിൽ പോയി. അപ്പോൾ അതിന് മാനേജരും ഉണ്ട്, വേറൊരു ലേഡിയും ഉണ്ട്. നിങ്ങളുടെ പണം മേടിച്ച ആളോടെ ഉണ്ടോ? ഉണ്ട്. പുള്ളി തന്നെയാണ് പറഞ്ഞത് എന്നോട് ഓണം കഴിയുമ്പോഴത്തേനും തരാം എന്ന്. നിങ്ങൾ പണം കൊടുത്ത് അടയുന്നതിന് ഒരു പേഴ്സണൽ അഷുറൻസ് എങ്ങനെയും മേടിക്കുക, റൈറ്റിംഗിലോ അയാളുടെ ചെക്കോ. അയാളല്ലേ നിങ്ങളെ കൺവിൻസ് ചെയ്ത് പൈസ കൊടുത്തത്? അതെ. ഇത് അവിടെ പൊട്ടുന്നു, പ്രശ്നമാകുന്ന പറയുമ്പോൾ ഇവനെല്ലാം അവിടുന്ന് മുങ്ങും. ഈ വാർത്ത നിങ്ങൾ പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ചിലന്തി വലകെട്ടി ഇരിക്കുന്നത് പോലെയുള്ള ഇവന്മാരുടെ ബ്രാഞ്ചുകളിൽ ആളുകൾ പോയി ഇനിയും പറ്റിക്കപ്പെടരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇപ്രകാരം ചെയ്യുക. നെടുമ്പുറം അദാനി ഏറ്റെടുത്തു, അംബാനി ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് പാവപ്പെട്ട നിക്ഷേപകരെ ഇത്രയും നാൾ ഇവർ പിടിച്ചു നിർത്തിയത്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സമയത്തിനുള്ളിൽ ഇവരുടെ നിക്ഷേപമെല്ലാം ഇവർ സുരക്ഷിതമായി വിദേശത്തേക്ക് കടത്തി എന്നാണ് വിവരം. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രതയെ, നെടുമ്പുറം തീവട്ടി രാജുവിനെയും കുടുംബത്തെയും സൂക്ഷിക്കുക. ആ പരിസരത്തേക്ക് പോലും പോകാതിരിക്കുക. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.